ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ജനസേവനത്തിൽ മികവ് പുലർത്തിക്കൊണ്ട് ജനവിശ്വാസം ആർജിച്ച വർഷങ്ങളുടെ പഴക്കമുള്ള പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിന്റെ 8ാമത് ശാഖ കടുക്കാരത്ത് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ, പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെ സഹകരണ മേഖലയിലെ ബാങ്ക് പ്രതിനിധികളും വിവിധ സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധി എന്ന് പറയുന്നത് പെരിങ്ങോം പെരിന്തട്ട റവന്യൂ വില്ലേജുകളാണ്. പെരിങ്ങോം പെരിന്തട്ട റവന്യൂ വില്ലേജിൽ ഏറ്റവും ദൂരെയുള്ള ഒരു സ്ഥലം, നമ്മുടെ ബ്രാഞ്ചുകൾ ഇല്ലാത്തതിൽ ഏറ്റവും ദൂരെയുള്ള ഒരു സ്ഥലമാണ് കടുക്കാർ. ബാക്കിയുള്ള പ്രദേശത്തെ ഇടപാടുകാർക്ക് വളരെ വേഗത്തിൽ അവരുടെ ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്ന നിലയിലേക്കുള്ള ബ്രാഞ്ചുകൾ നമുക്ക് നിലവിലുണ്ട്. കടുക്കാരം പ്രദേശത്ത് ഏരി ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇടപാടുകാർക്ക് ഒരു ഇടപാട് നടത്താൻ വേണ്ടിയിട്ട് പെരിങ്ങോം ബാങ്കുമായിട്ട് ഒരു ഇടപാട് നടത്തണമെങ്കിൽ 8-9 കിലോമീറ്റർ ഉടം ശാഖയിൽ പാടിയൊട്ടിച്ചാലിലെ ഉടം ശാഖയിൽ പോകേണ്ടത് നിരന്തരമായിട്ടുള്ള ആവശ്യത്തിന്റെ ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഇത് നിർവഹിക്കാൻ പോകുന്നത്. ഏറ്റെടുത്തു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ആ സന്തോഷം കൂടി ഇവിടെ വളരെ ഹൃദയത്തോട് ചേർത്ത് വിളിച്ചുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചുകൊള്ളുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ ആളുകളെയും ഒരിക്കൽ കൂടി ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിന്റെ ആദരണീയ ഞങ്ങളുടെ തൊട്ടു മുമ്പുള്ള നവീകരിച്ച അരവഞ്ചാൽ ശാഖ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്
കടുക്കാര ശാഖയിൽ കൂടെ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ കിട്ടിയതിൽ ഞങ്ങളുടെ സന്തോഷം ഈ ഒരു അവസരം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, അറിയിച്ചുകൊള്ളുകയാണ്. വലിയ നിലയിൽ ഒരു സഹായ ഹസ്തമാണ് പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക്. ഒരു വിശാലമായിട്ടുള്ള മേഖലയാണ് ഈ പെരിങ്ങോം മേഖലയുടെ മേഖല. വിശേഷിച്ചും മലയോരത്തിൻ്റെ യാത്രാപരമായ ബുദ്ധിമുട്ടുകളും കൃഷിയിൽ മുഖ്യമായിട്ട് കേന്ദ്രീകരിക്കുന്ന ജനങ്ങളും പുതിയ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ വലിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന തലമുറയും എല്ലാം നിൽക്കുന്നൊരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ സ്ഥാപനം എന്ന നിലയിലാണ് പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് നമ്മളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ രൂപം കൊടുക്കുകയും വളർത്തിക്കൊണ്ട് വരികയും ചെയ്തിട്ടുള്ളൊരു വലിയ സ്ഥാപനമാണ് ഈ ബാങ്ക്. നമ്മുടെ നാട്ടിൻ്റെ പൊതുവായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ സ്ഥാപനം അതിൻ്റെ വളർച്ചയുടെ വിവിധ മേഖലകളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബാങ്കിൻ്റെ പ്രവർത്തനം അത് മര്യാദക്ക് നടത്താൻ അനുവദിക്കാത്ത നിലയിലുള്ള പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്കിന്റെ കടുക്കാലം ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമാണ് അല്പസമയം മുമ്പ് നടന്നത്. പെരിങ്ങോം സർവീസ് ബാങ്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്. ഈ ബാങ്കിന്റെ 9ാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ ഉദ്ഘാടനം. 9ാമത്തെ ബ്രാഞ്ച് ജനങ്ങൾക്ക് സേവനം ലഭിക്കേണ്ട കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു മേഖലയിൽ ഒരു പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നു. പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നത് മാത്രമല്ല, ഇവിടെ കണ്ട പ്രത്യേകത ഇതൊരു റെന്റഡ് ബിൽഡിംഗ് ആണ്. യഥാർത്ഥത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ റെന്റഡ് ബിൽഡിംഗ് പ്രവർത്തിച്ചാൽ മതി. ആരാണോ അതിൻ്റെ ഓണർ, ആ ഓണർ ഒരു സഹകരണ സ്ഥാപനത്തിന് ആവശ്യമായ സ്പെസിഫിക്കേഷൻ, ഒരു സഹകരണ സ്ഥാപനത്തിന്, ഒരു ബാങ്കിന്, പ്രത്യേകിച്ച് ഒരു ക്രെഡിറ്റ് സംഘം അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനം, ആ ഫൈനാൻഷ്യൽ സ്ഥാപനത്തിന് എന്തൊക്കെയാണോ സ്പെസിഫിക്കേഷൻ വേണ്ടത്, ഒന്ന് സെക്യൂരിറ്റിയാണ്. നല്ല അടച്ചുറപ്പുള്ള കെട്ടിടം, അതിനാവശ്യമായ ലോക്കർ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം ഒരുക്കി തരാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറായാൽ ഏതൊരു ബാങ്കും ഇത്തരം റെന്റഡ് ബിൽഡിംഗിൽ തുടങ്ങണം എന്ന തീർച്ചയാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.